ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാങ്ക് ക്രാഫ്റ്റ് PSC. അപ്പോൾ നമ്മൾ ഇന്ന് 2025 ഒരു കറണ്ട് അഫയേഴ്സ് റൗണ്ടപ്പ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഒരു സോഴ്സ് കിട്ടിയിട്ടുള്ളത് 2026 ഒരു സ്പെഷ്യൽ സപ്ലിമെൻറ്റ്, PSC ബുള്ളറ്റിൻ്റെ ഒരു സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഉണ്ട്. അതിനകത്ത് ഏകദേശം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയുടെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നിർദ്ദേശിച്ചത് നരേന്ദ്രമോദിയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെ കുറിച്ച് വിശദീകരണം നൽകിയ വനിതാ ഓഫീസർമാരായിരുന്നു വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കേണൽ സോഫിയ ഖുറേഷിയും. അല്ലേ, ഇത് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, നിങ്ങൾ കൃത്യമായി പഠിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടികളെക്കുറിച്ച് വിശദീകരണം നൽകിയ 2 വനിതാ ഓഫീസർമാരുണ്ടായിരുന്നു. അവരുടെ പേരാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. വ്യോമം എന്ന് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ, എയറോപ്ലെയിൻ, വ്യോമം, വ്യോമഗതാഗതം ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ വിംഗ് കമാൻഡറിൻ്റെ പേര് എന്തായിരുന്നു? വ്യോമിക സിംഗ്. അടുത്ത് കേണൽ സോഫിയ ഖുറേഷി. അടുത്തതാരായിരുന്നു? കേണൽ സോഫിയ ഖുറേഷി. ഈ 2 പേരുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത്, പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടി ഏതായിരുന്നു? ഓപ്പറേഷൻ മഹാദേവ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ തരാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ദൂറിന് കൊടുക്കാം, പക്ഷേ അതല്ല ഈ ഓപ്പറേഷൻ. 3 ഭീകരരെ വധിച്ചത് ഓപ്പറേഷൻ മഹാദേവ് ആണ്. അപ്പം തൃക്കണ്ണനല്ലേ, തൃക്കണ്ണുള്ള ആളല്ലേ മഹാദേവൻ, അത് വെച്ച് ഓർക്കാം. 3 ഭീകരരെ വധിച്ചത് ഓപ്പറേഷൻ മഹാദേവ് ആണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി റാഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങളുമായി നടത്തിയ വ്യോമാഭ്യാസമാണ് ആക്രമൺ അഭ്യാസം. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് മുന്നറിയിപ്പായി റാഫേൽ സുഖോയ് യുദ്ധവിമാനങ്ങളുമായി നടത്തിയ വ്യോമാഭ്യാസത്തിന്റെ പേരായിരുന്നു ആക്രമൺ അഭ്യാസം. ആക്രമൺ അഭ്യാസം. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2025 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, പ്രഭാവോ സുബിയാന്തോ. 2025 എത്രാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു? 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു. അതിലെ മുഖ്യ അതിഥി ആരായിരുന്നു? പ്രഭാവോ സുബിയാന്തോ. പ്രഭാവോ സുബിയാന്തോ. അടുത്തത്, ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിന്റെ പുതിയ പേരാണ് സിന്ദൂർപുരം. സിന്ദൂർപുരം എന്നത് ഏത് നഗരത്തിന്റെ പുതിയ പേരാണ്? ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദിന്റെ പുതിയ പേരാണ് സിന്ദൂർപുരം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വന്നത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളാർ ആൻഡ് ഓഷ്യൻ മ്യൂസിയം നിലവിൽ വന്നത് ഗോവയിലാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വന്നത് മൈസൂരുവിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം എവിടെയാണ്? മൈസൂർ. മൈസൂർ പട്ട് എന്നൊക്കെ മൈസൂർ സിൽക്ക്, മൈസൂർ പട്ട് എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സിൽക്ക് മ്യൂസിയം നിലവിൽ വന്നത് മൈസൂരിലാണ്. ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വന്നത് മൗസിൻഡ്രമാണ്. നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻഡ്രം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ മഴ മ്യൂസിയം നിലവിൽ വന്നതും അവിടെ തന്നെയാണ്. എവിടെയാണ്? മൗസിൻഡ്രം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തേൻ ഗ്രാമം മൻഘട്ട് ഗ്രാമം. മൻഘട്ട് ഗ്രാമത്തിലാണ് തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൻഘട്ട് ഗ്രാമം. ഇതെവിടെയാണ്? സത്താറ ജില്ലയിലാണ്. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ മൻഘട്ട് ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാബലേശ്വറിലാണ്. അപ്പം നമുക്ക് ഹണി പാർക്കും തേൻ ഗ്രാമവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുക. തേൻ ഗ്രാമം മൻഘട്ട് ഗ്രാമവും, ഹണി പാർക്ക് നിലവിൽ വന്നത് മഹാബലേശ്വറിലാണ്. തേൻ കുടിച്ചാൽ നല്ല ബലം ഉണ്ടാവും, മഹാബലം ഉണ്ടാവും, മഹാബലേശ്വരനാവാം എന്നൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. ഹണി പാർക്ക് മഹാബലേശ്വറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത ഗ്രാമമാണ് ഇൻഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത ഗ്രാമം എവിടെയാണ്? ഇൻഡോറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യാചകമുക്ത ഗ്രാമം ഇൻഡോറാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. അപ്പോൾ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ മിസൈൽ സംവിധാനമാണ് ഭാർഗവാസ്ത്ര. ഇനി അടുത്തതായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് നാഗ് മാർക്ക് 2. അപ്പം നാഗ് മാർക്ക് 2 എന്താണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ ഫയർ ആൻഡ് ഫോർഗെറ്റ് ആൻഡ് ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ ആദ്യ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ ആണ്, അതായത് മെയിൽ എന്നറിയപ്പെടും. അതാണ് കാലഭൈരവ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ ആണ് കാലഭൈരവ്. അടുത്തത് യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോൺ ആണ് രുദ്രാസ്ത്ര. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയുന്നതിന് പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയാണ് സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അവർ തദ്ദേശീയമായി വികസിപ്പിച്ച ഡ്രോൺ ആയിരുന്നു രുദ്രാസ്ത്ര. ഇത് നമ്മുടെ പൊക്രാനിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അതൊരു ആധുനിക ഡ്രോണാണ്. പൊക്രാനിൽ പരീക്ഷിച്ച ആധുനിക ഡ്രോണാണ് രുദ്രാസ്ത്ര. അതാരാണ് വികസിപ്പിച്ചത്? സ്വകാര്യ കമ്പനിയായിട്ടുള്ള സോളാർ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലാണ് ഗാന്ധീവ. വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈൽ ഏതാണ്? ഗാന്ധീവ. അടുത്തതായിട്ട് AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. അപ്പോൾ AI സംവിധാനം ഒരുക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ് എന്ന് പറയുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ സ്വന്തം ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചണ്ഡ്. ഇത് നിർമ്മിച്ചത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് പ്രചണ്ഡ് നിർമ്മിച്ചത്. അടുത്തതായിട്ട് ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലേസർ ഉപയോഗിച്ച് ശത്രുവിൻ്റെ ആയുധങ്ങളെ തകർക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. ഇനി നമുക്ക് കുറച്ച് ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഗഗൻയാൻ യാത്ര നടക്കുന്ന പേടകത്തിലെ വിവിധ സൗകര്യങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുന്നതിനായി അയക്കുന്ന ISROയുടെ ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ പേരാണ് വ്യോംമിത്ര. അതായത് ഗഗൻയാൻ യാത്ര നടക്കുന്ന പേടകം ഉണ്ടല്ലോ, അതിൻ്റെ സൗകര്യങ്ങളും കാര്യക്ഷമതയൊക്കെ ഒന്ന് അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ട് ISRO ഇവിടെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് വ്യോംമിത്ര. അടുത്തതായിട്ട് 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനായിട്ടുള്ള ISROയുടെ ദൗത്യം അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് ദൗത്യമായിരുന്നു സ്പേഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യമായിരുന്നു സ്പേഡെക്സിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. അടുത്തതായിട്ട് ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ് ഓൺ ദി എഡ്ജ് എന്ന പേരിൽ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗാലറി ആരംഭിച്ചത്. അടുത്തതായിട്ട് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ റായ്പൂരിനടുത്തുള്ള ഗ്രാമം ഏതാണ്? തുൾസി എന്ന ഗ്രാമമാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായ കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം ഇനി മുതൽ അറിയപ്പെടുന്ന പേരാണ് വിജയ് ദുർഗ് എന്താണ്? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനമായിട്ടുള്ള കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനം എന്തായിരുന്നു? ഫോർട്ട് വില്യം ആയിരുന്നു അല്ലേ? കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമാണ്. ഫോർട്ട് വില്യത്തിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഇനി മഹാരാഷ്ട്രയിലെ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ധാരാശിവ്. ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ ധാരാശിവ് എന്ന പേരിലാക്കി ഇപ്പോൾ.
മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലുള്ള ഇസ്ലാംപൂർ എന്ന സ്ഥലത്തിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. അപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും എളുപ്പമായിട്ട് അല്ലേ? ഇസ്ലാംപൂറും ഈശ്വർപൂറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്തത് അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. അപ്പോൾ അസമിലെ ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേരാണ് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് രത്തൻ ടാറ്റ അന്തരിച്ചല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് വെക്കാം. രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി എവിടെയാണ്? അസമിലാണ് കേട്ടോ. ജാഗീർ റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പേരാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലല്ലാതെ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതായത് ബ്രിട്ടീഷുകാരൊക്കെ പോയി സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പ് തന്നെ ഗോവയിൽ ഈ സിവിൽ കോഡ് വന്നിട്ടുണ്ടായിരുന്നു, ഏക സിവിൽ കോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടൊന്ന് മിക്സ് ആവാതെ നോക്കുക. സ്വതന്ത്ര ഇന്ത്യയിൽ ഉത്തരാഖണ്ഡും ടോട്ടൽ ഇന്ത്യയിൽ ആദ്യത്തേന്ന് ചോദിച്ചാൽ ഗോവയുമാണ്. അടുത്തത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ, അതായത് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇന്റർനാഷണൽ യോഗ ഡേ ഏതാണ്? ജൂൺ 21. അപ്പോൾ അന്ന് രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിന്റെ 3 ക്വസ്റ്റ്യൻ കണ്ടു. ഒന്നെന്താണ്? സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അടുത്തത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ, അതായത് ജൂൺ 21 രാജ്യത്തെ ആദ്യത്തെ യോഗ പോളിസി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ ആംബുലൻസ് സർവീസ് സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. അപ്പം നമുക്ക് വീണ്ടും ഒരു പേര്, അതായത് ഒരു പുതിയ പേര് നൽകിയിട്ടുള്ളത് നോക്കാം. ബാദ്ഷാഹി ബാഗ് നഗരത്തിൻ്റെ പുതിയ പേരാണ് ബ്രഹ്മപുരം. അത് നമുക്ക് കണക്ട് ചെയ്യാം. ബാദ്ഷാഹി ബാഗ്, ബ്രഹ്മപുരം. അടുത്തത് ബീഹാറിലെ ഗയ നഗരം ഇനി മുതൽ ഔദ്യോഗികമായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഗയാജി എന്നാണ് അറിയപ്പെടുന്നത്. ഗയ നഗരം ഗയാജി എന്നാണ് ഇനി അറിയപ്പെടാൻ പോകുന്നത്. ഇനി 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? സുവർണ ഭാരത് പൈതൃകവും വികസനവും. സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നായിരുന്നു 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. സുവർണ ഭാരത് പൈതൃകവും വികസനവും. ഇനി അടുത്തതായിട്ട് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ട ഏതാണ്? ജിഞ്ചിക്കോട്ടയാണ് കേട്ടോ. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചിക്കോട്ട. അടുത്തത് റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ പ്രവർത്തന ദിനം, നമുക്കെല്ലാം അവധിയല്ലേ, ഹോളിഡേ അല്ലേ, അപ്പം ആ പ്രവർത്തന ദിനമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. അപ്പോൾ നോക്കിയേ, വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ, VBG റാംജി. VBG റാംജി, വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. ഓക്കെ. അടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ ആണ്. അപ്പോൾ യൂണിയൻ, അതായത് UPSCയുടെ ചെയർമാനായിട്ടുള്ളത് ഡോക്ടർ അജയ് കുമാർ ആണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇതിനകത്തൊരു തിരുത്തുണ്ട് കേട്ടോ. ഇന്ത്യയുടെ 17ാമതല്ല 15ാമത് ഉപരാഷ്ട്രപതിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? CP രാധാകൃഷ്ണൻ. അപ്പോൾ ഇതിനകത്തൊരു തെറ്റുണ്ട് കേട്ടോ. അത് അവർക്ക് വന്ന തെറ്റാണ്, പബ്ലിഷ് ചെയ്തവർക്ക് വന്ന തെറ്റാണ്, നമ്മുടെ അല്ല. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണനാണ്. അടുത്തത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ്റെ അപ്പോയിൻമെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റാണ് ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 52ാമത് ജസ്റ്റിസ് BR ഗവായി ആയിരുന്നു. ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 52ാമത്. ഇതിപ്പോൾ 53ാമത്തെ ആൾ വന്നിട്ടുണ്ട്, ജസ്റ്റിസ് സൂര്യകാന്ത്. ഇനി ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? R വെങ്കിട്ടരമണി. ഈ അപ്പോയിൻമെൻ്റ് എല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ അപ്പോയിൻമെൻറ്റും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഇന്ന് കണ്ടു നോക്കണേ.
അപ്പോൾ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കണക്ഷനൊക്കെ അതിനകത്ത് പറഞ്ഞു അല്ലേ, എല്ലാ അപ്പോയിൻമെൻറ്റിൻ്റെ അത്യാവശ്യം കണക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അറ്റോർണി, വെങ്കിട്ട രമണി എന്നൊക്കെ നമ്മൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയലാണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. പുതിയതാണ്, പുതിയ അപ്പോയിൻമെൻ്റാണ്, നോക്കി പഠിക്കുക. അടുത്തത് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാറാണ്. ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 26ാമതെന്നും കൂടെ ഓർത്ത് നോക്കുക. 25ാമത് രാജീവ് കുമാർ ആയിരുന്നേ. അടുത്തത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആരാണ്? PR രമേശ് ആണ്. അടുത്തത് 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്തയും ശിരീഷ് ചന്ദ്ര മുർമുവും. അപ്പം പൂനം ഗുപ്തയും ശിരീഷ് ചന്ദ്ര മുർമുവുമാണ് 2025 RBIയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായത്. ഇനി അടുത്തത് 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. അപ്പോൾ 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് റോയുടെ തലവനായിട്ട് പരാഗ് ജെയിൻ ആണ് കേട്ടോ. പരാഗ് ജെയിൻ ആണ് റോയുടെ പുതിയ തലവൻ, പരാഗ് ജെയിൻ. അടുത്തത് ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷിയാണ്. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായത് അലോക് ജോഷിയാണ്, അലോക് ജോഷി. അടുത്തത് ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. അപ്പം ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആരാണ്? ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ്. അടുത്തത് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് ആണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് സേത്ത്. അജയ് സേത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ RBIയുടെ മുൻ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ശക്തികാന്ത ദാസ്. ഇനി അടുത്തൊരു അപ്പോയിൻമെൻറ്റ്, ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ഡോക്ടർ V നാരായണനാണ്. 11ാമത് ISROയുടെ ചെയർമാനാണ് ആര്? ഡോക്ടർ V നാരായണൻ. 10ാമത് നമുക്കറിയാം S സോമനാഥ് ആയിരുന്നു അല്ലേ. അടുത്തതായിട്ട് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാറാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ES പത്മകുമാർ. ES പത്മകുമാർ. അടുത്തത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, അതായത് നമ്മുടെ VSSC, തുമ്പയിലെ VSSCയുടെ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജനാണ്. ഡോക്ടർ A രാജരാജൻ. ഇനി അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതായത് സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ ഫുൾ ഫോം പഠിക്കുക, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെയാണ്. തുഹിൻ കാന്ത പാണ്ഡെ. ഈ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ സ്ഥാനമേറ്റത് രേഖ ഗുപ്തയാണ്. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. അത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ആദ്യത്തെ ഡൽഹിയുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായി ഓർക്കുക, ആരാണ്? സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവർക്ക് ശേഷം 4ാമത് മുഖ്യമന്ത്രിയാകുന്ന വനിതയാണ് ആര്? രേഖ ഗുപ്ത. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ദീപിക പദുകോൺ. അപ്പോൾ ദീപിക പദുകോണിൻ്റെ പഴയ കുറേ ഇൻ്റർവ്യൂസ് വളരെയധികം വൈറലായിരുന്നു. കാരണം അവരാദ്യമായിട്ട് അവരുടെ ഡിപ്രഷൻ സ്റ്റേജിനെ പറ്റിയും അവർ സൂയിസൈഡൽ ടെൻഡൻസിയെ പറ്റിയും അവർ തുറന്ന് സംസാരിച്ച എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ബോളിവുഡ് ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് കണക്ട് ആയില്ലേ. മാനസികാരോഗ്യ അംബാസഡറാണ് നമ്മുടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായിട്ട് ദീപിക പദുകോണിനെയാണ് ചൂസ് ചെയ്തത്. ഇനി അടുത്തത് മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതനായ
ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് കട്രീന കൈഫ്. കട്രീന കൈഫ് എന്താണ്? മാലദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറാണ്. അടുത്തത് ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതം അനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഓപ്പറേഷൻ സാഗർ ബന്ധു. അപ്പം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ശ്രീലങ്ക എന്നുള്ളത് നമുക്ക് കര അതിർത്തിയല്ല, സമുദ്രാതിർത്തി ഉള്ള ഒരു അയൽ രാജ്യമാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് നമുക്ക് നമ്മുടെ സാഗരം എന്ന് പറയുമ്പോൾ എന്താ? കടലിലുള്ള ബന്ധുവാണ് നമുക്ക് ശ്രീലങ്ക. അപ്പം അവിടെ ഡിറ്റ്വ ചുഴലിക്കാറ്റാണേ. അതും കൂടെ ഓർക്കുക. നമ്മൾ ഈ സാഗർ ബന്ധുവും കൊണ്ട് പോകും, ചിലപ്പോൾ ചോദിക്കുന്നത് ഏത് ചുഴലിക്കാറ്റെന്നായിരിക്കും. ഡിറ്റ്വ എന്നാണ്. ഡിറ്റ്വ. അപ്പോൾ ഓർത്ത് വെക്കുക, ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതം അനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു. അടുത്തത് നോക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഈ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം വീണ്ടും 2026 ഫെബ്രുവരി 28 വീണ്ടും ആരംഭിച്ചു അല്ലേ. അപ്പോൾ 2025 യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇത് 2025 നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഈ 2026 യുദ്ധവുമായി ഇത് കണക്ട് ചെയ്യരുത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ആരവല്ലി എന്നുള്ള ടോപ്പിക് ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാൻ ഒരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവല്ലി സഫാരി പാർക്ക് ഏത് സംസ്ഥാനത്താണെന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ. ഹരിയാനയിലാണ് കേട്ടോ, ഹരിയാന. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ഗുരുഗ്രാമിലാണ്. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെൻറ്റർ ആരംഭിച്ചത്. ഇനി മിതാഥൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനവും ഹരിയാനയാണ്. മിതാഥലും തിഗ്രാന എന്ന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഇനി 2025 മാർച്ചിൽ മ്യാൻമറിൽ ഉണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പം വെച്ച് കണക്ട് ചെയ്യാം. മ്യാൻമറിൽ ഉണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് റിദ്ധി സിദ്ധി ഗണപതി. അപ്പം മുംബൈ പുണ്ടോൾ ആർട്ട് ഗാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രം ഏതായിരുന്നു? റിദ്ധി സിദ്ധി ഗണപതി. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് അരുണാചൽ പ്രദേശുമായി കണക്ട് ചെയ്യുന്ന 3 ക്വസ്റ്റ്യൻസ് നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. സീറോ വാലി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അരുണാചൽ പ്രദേശിലെ ഒരു എയർപോർട്ടാണ് സീറോ എയർപോർട്ട് അല്ലേ. സീറോ എയർപോർട്ട് അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. അടുത്തത്, സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ് സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പാങ് സൗ പാസ് എവിടെയാണ്? അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. അടുത്തത്, ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തവാങ്ങിലാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തവാങ്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോത്രഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്ററാണ് ആദിവാണി എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ഏതാണ്? ആദിവാണി. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ്? വാന്ധാംന ഗ്രാമം നാഗ്പൂർ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ വാന്ധാംന ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. വാറങ്കൽ ശാഖയിലാണ് ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ചത്.
ഇന്നത്തെ ഈ ക്വസ്റ്റ്യനിലൂടെ ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള ഭാഗങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.